രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം രൂപം കൊണ്ട ഒരു മനോഹരമായിട്ടുള്ളതായ സമാധാന സംഘടനയാണ് UN. UNOയാണ് നമുക്ക് ഈ പദവി നൽകിയിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും നമ്മൾ കഴിഞ്ഞ കാല ചരിത്രങ്ങളെ പറ്റി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളിൽ മുൻപുള്ളതായ ചരിത്രങ്ങളെ പറ്റിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പുരോഗമനത്തിന്റെ പാതയിൽ പുരോഗമനത്തിന് ചുക്കാൻ പിടിക്കുവാൻ, പുരോഗമന പാതയിൽ മുന്നേറുവാൻ സ്ത്രീകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സന്തോഷാർഹമായിട്ടുള്ളതായ ഒരു കാര്യമാണ്. പലപ്പോഴും പറയാറുണ്ട് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ അബലകളാണ് എന്നൊക്കെ സംസാരിക്കാറുണ്ട് എങ്കിൽ കൂടി ഞാൻ വിചാരിക്കുന്നത് നമ്മെ പോലെ ആർജവ ശേഷിയുള്ളതായ വ്യക്തികൾ മറ്റാരുമില്ല എന്ന് വിചാരിക്കുന്നു. ദൈവത്തിന്റെ സൃഷ്ടിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ആ മനുഷ്യ സൃഷ്ടിയിലെ അതിസുന്ദരമായിട്ടുള്ള സൃഷ്ടിയാണ് സ്ത്രീകൾ എന്ന് പറയുന്നതായ ഞാനും നിങ്ങളും. അതുകൊണ്ട് നമ്മിൽ ദൈവം നൽകിയിരിക്കുന്നതായ ആ ശേഷികൾ, ആർജവങ്ങൾ എല്ലാം എന്താണ് മറ്റുള്ളവർക്ക് പ്രയോജനമാക്കി തീർക്കേണ്ടത് ആവശ്യമാണ്. നമ്മളിന്ന് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്നവരാണ്. അങ്ങനെയാണ് വനിതാ ദിനം രൂപം കൊണ്ടത് എന്ന് നാം വിശ്വസിക്കുന്നു. നമുക്ക് നിരവധി അവകാശങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് പറയുവാനായിട്ടുള്ളത് അവകാശങ്ങൾ നേടിയെടുക്കും തോറും അല്ലെങ്കിൽ അവകാശങ്ങൾ ഉള്ളപ്പോഴും നമ്മൾക്ക് ചില ചുമതലകൾ നിറവേറ്റപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഒന്ന് അവകാശം എന്ന് പറയുന്നതും മറ്റൊന്ന് ചുമതല എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നുണ്ട്. കഴിഞ്ഞ കാല ചരിത്രങ്ങളെ പറ്റി നാം ചിന്തിക്കുമ്പോൾ നമ്മുടേതായ തൊഴിൽ സാഹചര്യങ്ങൾ, നമ്മുടേതായ അവകാശങ്ങൾ, നമ്മുടേതായ സമത്വം, നമ്മുടെ സ്വാതന്ത്ര്യം, ഇതിനെല്ലാം എന്താണ് നമ്മുടെ മുന്നണി പോരാളികളായിട്ടുള്ളതായ വനിതകൾ, പുരുഷന്മാർ ചെയ്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ വനിതാ ദിനമായതുകൊണ്ട് കൂടുതൽ പ്രോത്സാഹനം ഞാൻ അവർക്ക് നൽകുകയാണ്. നമ്മുടെ മുന്നണി പോരാളികളായിട്ടുള്ളതായ സ്ത്രീരത്നങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ പിൻഗാമികളായിട്ടുള്ളതായ ആളുകളാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഞാൻ വിചാരിക്കുന്നു. ഈ വനിതാ ദിനത്തിൽ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും, സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിലെല്ലാം പ്രവർത്തിച്ച് ആദരവുകൾ നേടിയിട്ടുള്ള വ്യക്തികളെ നമ്മുടെ പഞ്ചായത്ത് മുഖേനയും അതുപോലുള്ളതായ സ്ഥാപനങ്ങൾ മുഖേനയും ആദരിക്കുന്നതായ ഒരു വേളയിലാണ് നാം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പലപ്പോൾ ഈ ആദരവിനൊന്നും അർഹരല്ലാത്തതായ അല്ലെങ്കിൽ ആദരവ് പലപ്പോഴും ലഭ്യമല്ലാത്തതായ വ്യക്തികളെ നമ്മൾ കണ്ടിരിക്കണം. എങ്കിലും നമ്മുടെ പ്രവർത്തന മേഖലകൾ എപ്രകാരമാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 2025 വനിതാ ദിനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ചില പ്രമേയങ്ങൾ ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അവകാശങ്ങളും സമത്വവും നേടിയെടുക്കുന്നതിന് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവർ, നാം നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം. നമ്മൾ ഭരണഘടന പഠിക്കുമ്പോൾ മൗലിക അവകാശങ്ങളുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള മൗലികം എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം അടിസ്ഥാന അവകാശങ്ങളാണ്. സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും മതപരമായിട്ടുള്ള അവകാശങ്ങൾ, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശങ്ങൾ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ കോടതികൾ മുഖേന പരിഹരിക്കുവാനുള്ളതായ അവകാശങ്ങളുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ളതായ അവകാശങ്ങൾ നമുക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ അവകാശങ്ങൾ പ്രധാനമായിട്ടും നാം ആഗ്രഹിക്കുന്ന സമത്വത്തിനുള്ള ലിംഗ സമത്വം, ലിംഗനീതി, ഇതെല്ലാം നാം അർഹിക്കുന്നതാണ്. അതിനുവേണ്ടി പോരാടുന്ന വ്യക്തികളുമാണ്. ഇതിനെല്ലാം അടിസ്ഥാനമായി വേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത് ശാക്തീകരണമാണ്, എംപവർമെന്റ്. ഈ ശാക്തീകരണം എന്താണ് എന്ന് ചിന്തിച്ചപ്പോൾ
ഉപദേശത്തിലൂടെയും സാക്ഷരതയിലൂടെയും പരിശീലനത്തിലൂടെയും അവബോധം ഉണ്ടാവുക. നാം എന്തായിരിക്കണം, നാം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി നമുക്കൊരു അവബോധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഒരു സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കുടുംബമാണ് എന്ന് നമുക്ക് പറയാം. കുടുംബം നന്നായാൽ നമ്മുടെ സമൂഹം നന്നാവും, സമൂഹം നന്നായാൽ നമ്മുടെ രാഷ്ട്രം നന്നാവും എന്ന് നമുക്കറിയാം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലാണ്. അതിനു മുൻപേ അടിസ്ഥാനപരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് ഞാനും നിങ്ങളുമാകുന്നതായ ഓരോ വ്യക്തികളെയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ചിന്തയിൽ മാറ്റങ്ങൾ ഉണ്ടാകണം, നമ്മുടെ ആശയങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാകണം. നല്ല മാറ്റങ്ങൾ എന്താണ്? സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഉള്ളതായ ഒരു തീഷ്ണതയിലേക്ക് നയിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നാം ചിന്തിക്കുമ്പോൾ വനിതാ ദിനത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടക്കുന്നതായ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്നതായ ശാരീരികവും മാനസികവും വിദ്യാഭ്യാസപരവുമായിട്ട് എത്തിച്ചേരാത്തതായ സഹോദരിമാരെ കണ്ടെത്തി അവരെ ഉന്നതിയിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ധാരാളം വിവേചനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുന്നു. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് വേണം നമ്മുടെ ചിന്താഗതികൾ എന്ന് ഈ തരുണത്തിൽ നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. നാം ഒരു വനിതാ ദിനം ആഘോഷിക്കപ്പെടുമ്പോൾ അത് ആഘോഷമായി മാറാതെ നമ്മൾ ഏതെല്ലാം രീതിയിലുള്ളതായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സമൂഹത്തിന് കാഴ്ചവെക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിരവധി രീതിയിലുള്ളതായ വിവേചനങ്ങൾ കാണുവാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ അതിക്രമങ്ങൾ കാണുവാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുമ്പോൾ അല്ലെങ്കിൽ വാർത്താവിനിമയ മാധ്യമങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പല രീതിയിലുള്ളതായ അതിക്രമങ്ങൾ കാണുവാനായിട്ട് നമ്മൾ കഴിയുന്നു. എന്നാൽ ഈ അതിക്രമങ്ങൾക്ക് കാരണമാകുന്ന ചില ഘടകം എന്ന് പറയുന്നത് മദ്യപാനവും മയക്കുമരുന്നിന്റെ അതിപ്രസരവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇതിനെതിരെ ശക്തമായി പോരാടുവാനായിട്ട്, ഇതിനെതിരെ ധീരമായി പോരാടുവാനായിട്ട് നമ്മുടെ കുടുംബത്തെ എന്താണ് ഉന്നത തലങ്ങളിൽ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥകൾ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ളതായ ആശയങ്ങളും അതിന്റെ അവസ്ഥകളും എന്താണ് ഉന്നത തലങ്ങളിൽ എത്തിക്കുവാനായിട്ട് നമ്മുടെ ചിന്തകൾ അതിനു വേണ്ടി ഉതകേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടതാണ് എന്ന് പറയുവാനായിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അവകാശങ്ങളോടൊപ്പം തന്നെ എന്താണ് നമുക്ക് നമ്മുടെ ചുമതലകളുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഒരു സ്ത്രീ എന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് നിരവധി അവകാശങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ അത് നാം ചെയ്യേണ്ടതായിട്ടുള്ളതായ കടമകളുണ്ട്. പലപ്പോഴും അവകാശങ്ങൾ പിടിച്ചു വാങ്ങിക്കുകയും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളതായ കടമകൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ അവകാശം എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്നതായ ഭൂമിയിലെ മണ്ണൊലിച്ചു പോകാൻ നാം നോക്കണം. അതായത് എനിക്ക് ഊന്നി പറയുവാനുള്ളത് മറ്റൊരു കാര്യം, നാം അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് മുറവിളി കിട്ടുമ്പോൾ നാം നമ്മുടെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതി എപ്രകാരം ഇരിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പരിസ്ഥിതിയെ കുറിച്ച് ഘോരമായിട്ടുള്ളതായ പ്രഭാഷണങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാനൊരു സ്ത്രീ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ നമ്മളൊരു സ്ത്രീ എന്ന നിലയ്ക്ക് നമ്മളൊരു വനിത എന്ന നിലയ്ക്ക് നാം നിൽക്കുന്നതായ ഭൂമിയിലെ മണ്ണ് പോകാതെ നോക്കുവാനായിട്ടുള്ളതായ ഒരു മനോധൈര്യവും ഒരു പ്രവർത്തന ശൈലിയും നമ്മൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ ഇത്തരത്തിൽ വിചാരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വനിതാ ദിനത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും? നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടിയിട്ട് ഏതെല്ലാം രീതിയിലുള്ളതായ നന്മ പ്രവർത്തികൾ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. ഇപ്രകാരം ഒരു വാക്കുണ്ട്, നന്മയാൽ തിന്മയെ ജയിക്കുക. ഏതു രീതിയിലുള്ളതായ തിന്മകളും നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ട് എങ്കിൽ കൂടി അത് നന്മ ചെയ്തുകൊണ്ട്, നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ
നമുക്ക് എത്തിപ്പിടിക്കുവാനായിട്ട് സാധ്യമായി തീരും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സ്വാമി വിവേകാനന്ദനെ പറ്റി നിങ്ങൾ കേട്ടിരിക്കാം. അദ്ദേഹം ഇപ്രകാരം ഒരിക്കൽ പറഞ്ഞു, നാം ഒരിക്കലും നിന്നു പോകരുത്. എന്താണ്? നാം ഉണരുക, എഴുന്നേൽക്കുക, മുന്നോട്ട് പോവുക. നമ്മുടെ ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം എന്താണോ അതുവരെയും എന്താണ് നാം നിന്നു പോകാതെ അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മുൻപന്തിയിൽ നിൽക്കുന്നതായ പല പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നങ്ങളുണ്ട്, വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രശ്നങ്ങളുണ്ട്, തൊഴിൽ മേഖലയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെയും എന്താണ് പരിഹാരം എന്നുമെന്നും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നാം ഒത്തൊരുമിച്ച് നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് വരും കാലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളേക്കാൾ അധികമായി നമ്മുടെ പ്രവർത്തനങ്ങളെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാനായിട്ട് സാധ്യമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുൻപന്തിയിൽ എത്തുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. ഞാനൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആൺകുട്ടികളെക്കാൾ അധികമായി സ്കൂളുകളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് പെൺകുട്ടികളാണ്. പല സാഹചര്യങ്ങളുമുണ്ട്. ഞാനൊരു ടീ എസ്റ്റേറ്റ് മേഖലയിലാണ് കൂടുതലും പഠിപ്പിച്ചത്, അണക്കര എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പൊ അവിടെ ടീ എസ്റ്റേറ്റ് മേഖലകളിൽ പണിയെടുക്കുന്നതായ അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്. അവർക്കുള്ളതായ മക്കൾ തീർച്ചയായിട്ടും തുച്ഛമായ വേതനം ലഭ്യമാകുമ്പോൾ തന്റെ മുൻപിലുള്ളതായ വെളിച്ചത്തെ വിട്ടുകൊണ്ട് ആ തുച്ഛമായ വേതനത്തിലും മുൻപോട്ട് പോകുന്നതായ കുട്ടികളെ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും അവരെ അതിൽ നിന്ന് പിന്തിരിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ലോകത്തേക്ക്, സാക്ഷരതയുടെ ലോകത്തേക്ക്, ശാക്തീകരണത്തിന്റെ ലോകത്തിലേക്ക് കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ കടന്നു വന്നിരിക്കുന്നതായ സഹോദരിമാരോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, നിങ്ങൾ ഇത്രയും പ്രായമുണ്ട് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഇനിയും പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ നമ്മളുണ്ട്. എത്രമാത്രം നമ്മുടെ മനസ്സ് അതിനു വേണ്ടി ആർജിക്കുമോ അത്രമാത്രം നമുക്ക് വിദ്യാഭ്യാസം ചെയ്യുവാനുള്ളതായ ഒരു സാഹചര്യമുണ്ട് എന്ന് പറയുവാനായിട്ട് വരുന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ എന്താണ് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനും വിദ്യാഭ്യാസത്തിലൂടെ അനേകർക്ക് വെളിച്ചം പകരുവാനുമായിട്ട് നമുക്ക് സാധിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. വിദ്യാഭ്യാസം കൂടാതെ എന്താണ് നമുക്ക് ഒന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ അവകാശങ്ങളുടെ ബോധവൽക്കരണം നടത്തുന്നതിനിടയായിത്തീരുന്നു. അപ്പോൾ വിദ്യാഭ്യാസമുള്ളതായ സംഭവം ഇവിടെ കടന്നു വരുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നത്. കാരണം ഓരോ രീതിയിൽ കഴിവുകൾ തെളിയിച്ചുമായ വ്യക്തികൾ രാഷ്ട്രീയ മേഖലകളിൽ അല്ലെങ്കിൽ സാംസ്കാരിക മേഖലകളിൽ അല്ലെങ്കിൽ അവനവന്റെ ചുറ്റുപാടുകളിൽ എന്താണ് കഴിവുകൾ തെളിയിച്ചതായ ബഹുമാനമുള്ളതായ സഹോദരിമാരാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ വരും കാലങ്ങളിൽ എന്താണ് അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ട് ഒരു ശാക്തീകരണ പ്രക്രിയയിലൂടെ, ഞാൻ പറഞ്ഞല്ലോ ശാക്തീകരണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ആവശ്യമാണ്, സാക്ഷരത ആവശ്യമാണ്, പരിശീലനം ആവശ്യമാണ്, അതിനെക്കുറിച്ചുള്ളതായ ഒരു അവബോധം ആവശ്യമാണ്. ഇതെല്ലാം നേടിയെടുത്തുകൊണ്ട് എന്താണ് ശക്തന്മാരായിട്ടുള്ളതായ, ഞാൻ എപ്പോഴും സന്തോഷിക്കുന്നതായിരിക്കും ഞാൻ പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ ഓർപ്പിക്കുന്ന കാര്യമുണ്ട്. ഝാൻസി റാണി 1857 വിപ്ലവത്തിന് വേണ്ടിയിട്ട് എന്താണ് അരമുറുക്കിക്കൊണ്ട് രംഗത്തിറങ്ങിയതായ ഒരു ഝാൻസി റാണി. ഇവിടെ സ്വാഗത പ്രസംഗം നിമ്മി ഓർമ്മിപ്പിച്ചു. പല സമൂഹത്തിലെ സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക മേഖലകളിൽ ഉന്നതയിൽ നിന്നിട്ടുള്ളതായ നിരവധി സ്ത്രീകളെ കുറിച്ച് ഓർമ്മിക്കുണ്ടായി. അത്രയും എത്തുവാനായിട്ട് നമുക്ക് സാധിച്ചില്ല എങ്കിൽ കൂടെ നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ എന്താണ് ചെറിയ വെളിച്ചമായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് വനിതാ പ്രവർത്തകർക്ക് സാധ്യമായി തീരുന്നത്. ഞാൻ ഇപ്രകാരം ഒരു കഥ വായിച്ചിട്ടുണ്ട്. അതും കൂടെ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം പ്രസംഗം ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അത് എന്ത് തന്നെ പ്രസംഗിച്ചാലും വളരെ ഞാൻ ഉൾപ്പെടെയുള്ളവർക്കും എന്താണ് വളരെ താല്പര്യമൊന്നുമുള്ള ഒരു കാര്യമാണ്. എങ്കിലും ഈ ചെറിയ കഥ നിങ്ങളൊന്ന് കേൾക്കുക. കഥ ഇപ്രകാരമാണ്. ഒരിക്കൽ ഒരു യഹൂദ റബി എന്ന് പറഞ്ഞ ഗുരുവാണ്, ടീച്ചറാണ്. തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നേരം പുലർന്നു എന്ന് മനസ്സിലാവുന്നത് എപ്പോഴാണ്? നേരം പുലർന്നു എന്ന് മനസ്സിലാവുന്നത് എപ്പോഴാണ്? അപ്പോൾ ശിഷ്യന്മാർ ഒന്ന് രണ്ടോ ഉത്തരങ്ങൾ പറഞ്ഞു. ഉത്തരം കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കുമായിരിക്കും. ഞാൻ ഉത്തരങ്ങൾ പറയുകയാണ്. ഒരു ശിഷ്യൻ പറഞ്ഞു, ഒരു വർഷവും അത്യവർഷവും
പിറ്റേ ആഴ്ച വീണ്ടും മറ്റൊരു ശിഷ്യൻ ഉത്തരം പറഞ്ഞു. ചോദ്യം നേരം പുലരുന്ന എപ്പോഴാണെന്ന് ചോദിക്കും. ചെമ്മരിയാടിനെയും പോരാടിനെയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുന്ന സമയമാണ് എങ്കിൽ നേരം പുലർന്നു എന്ന് പറയുവാനായിട്ട് കഴിയും. ഗുരുവിന് അതുകൊണ്ടും തൃപ്തിയായില്ല. കുറെ നേരത്തെ മൗനത്തിന് ശേഷം ഗുരു പറഞ്ഞു, നിന്റെ അടുത്ത് നിൽക്കുന്നവൾ നിന്റെ സഹോദരിയാണ് എന്നും നിന്റെ അടുത്ത് നിൽക്കുന്നവൻ നിന്റെ സഹോദരനാണ് എന്നും തിരിച്ചറിയുന്ന ഒരു സമയമുണ്ടോ അപ്പോൾ നേരം വെളുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ചിന്തിക്കുക പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹം ഇന്ന് വെളിച്ചത്തിന്റെ വക്കിലേക്കാണോ നടന്നെടുക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ധാരാളമായിട്ടുള്ളതായ ധൂർത്തം, മയക്കുമരുന്ന്, കള്ളക്കടത്തുകളും അതിന്റെ ലോബികളും അതിന്റെ പ്രശ്നങ്ങളും ഈ 1-2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ മാധ്യമങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ഞെട്ടിപ്പിക്കുന്നതായ പല സംഗതികൾ, നമ്മുടെ ചിന്തകൾ അതീതമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സഹോദരിമാരായിരിക്കുന്ന സ്ത്രീകളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? ചിന്തിക്കുക. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് വളരെയധികം കാര്യങ്ങളൊന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല എങ്കിൽ കൂടി നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ചുറ്റുപാടിനും നമ്മുടെ പരിസ്ഥിതിക്കും അതൊരിക്കലും മറക്കരുത്. ഞാൻ അതുകൂടെ ഒരു വാക്ക് പറയട്ടെ. ഞാൻ ഈ പരിസ്ഥിതിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പരിസ്ഥിതി മലിനീകരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ ഒരു വനിത എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു സഹോദരി എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, പരിസ്ഥിതി മലിനീകരണം എന്ന് പറയുമ്പോൾ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് അത് മലിനമാക്കപ്പെട്ടിരിക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. അവിടെ പോയി എനിക്കോ നിങ്ങൾക്കോ കൂടുതലൊന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല. നമ്മുടെ അവകാശങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ചുമതലകളും ചെയ്യപ്പെടണം. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, യാത്രയിലോ മറ്റെങ്ങും പോകുമ്പോൾ, വഴിയാത്രയിൽ പോകുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതായ മിഠായി കടലാസുകളോ ഞാൻ ഉപയോഗിക്കുന്ന പഴത്തൊലികളോ അത് വലിച്ചെറിയാതെ ഞാൻ തന്നെ എൻ്റെ ബാഗിൽ സൂക്ഷിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അത് ഉചിതമായ സ്ഥലത്ത് നിക്ഷേപിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതാണ് എനിക്ക് പരിസ്ഥിതിയോട് ചെയ്യുവാനായിട്ട് പറ്റുന്നത്. ചെയ്യുന്ന കാര്യം മാത്രമാണ് നമുക്ക് പറയുവാനായിട്ട് സാധ്യമായിട്ടുള്ളൂ. അതുകൊണ്ട് ഈ വനിതാ ദിനത്തിൽ ഞാൻ അധികമായിട്ടൊന്നും വരച്ചു നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല വിവേകമതികളായിട്ട് സമൂഹത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ശബ്ദമുയർത്തുവാനായിട്ട് ഉതകുന്നതായ വനിതാരത്നങ്ങളാക്കി നിങ്ങളെ മാറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നിഷിദ്ധമായിട്ടുള്ള പ്രവർത്തന മേഖലകൾക്ക് ഒരു പടി കൂടെ മുൻപന്തിയിൽ നിൽക്കുവാനായിട്ട് ഈ 2025 ആണ്ടിലെ വനിതാ ദിനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുത്തൻ തിരികൊളുത്തുവാനായിട്ട്, ഒരു പുത്തൻ ജീവിത ശൈലി ഉടലെടുക്കുവാനായിട്ട് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വനിതാ ദിനത്തിന്റെ സകലവിധമായ ആശീർവാദങ്ങളും മംഗളങ്ങളും സമർപ്പിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നു.